മുഴുവൻ അപ്പോൾ മണ്ണുകൊണ്ട് തന്നെ പണിത വീടാണല്ലേ എല്ലാം വീടും ബിൽഡിങ്ങും 90% പറയാം. കാരണം ഇതൊരു സെമി കൺസെപ്റ്റാണ്. ഇതിപ്പോൾ നമ്മുടെ വീടാണിത്. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് റെഗുലർ യൂസും അളവിൽ കൂടുതൽ ഇവരുടെ ഒരു പ്രായം മനസ്സിലാക്കാൻ പറ്റാത്ത പ്രായമായതുകൊണ്ട് ആ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്യുവറായിട്ടുള്ള മഡ് ഹൗസും നമുക്കിവിടെ ഉണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു മൺവീട്. കാരണം ഇതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. മീൻസ് നമുക്ക് ഇപ്പോൾ 50 ലക്ഷം രൂപയ്ക്ക് പണിത വീട്ടിലെ ഫാൻ വേണം, AC വേണം. പക്ഷേ 5 ലക്ഷം രൂപയ്ക്ക് പണിത മഡ് ഹൗസിൽ AC വേണ്ട. അപ്പോൾ നമുക്ക് ഈ കൂടുതൽ കാരണം ലൈഫ് ഇപ്പോൾ മൺവീടിനാണോ കോൺക്രീറ്റിനാണോ എനിക്ക് മൺവീടിനെ പറ്റുള്ളൂ. കാരണം കോൺക്രീറ്റിന് ഇന്നത്തെ കാലത്ത് ഒരു 50 വർഷം അല്ലെങ്കിൽ 30 വർഷത്തിൽ കൂടുതൽ ഒന്നും ആയുസില്ല. മാക്സിമം ഒരു 50. പക്ഷേ മൺവീടുകളിൽ 80-100 വർഷമായി മൺവീട് മറിയൂർ തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ട് ഇതിലേക്ക് വരാൻ വേണ്ടി. എത്ര കാലമായി ഇങ്ങനത്തെ ഒരു മൺവീട് കൺസെപ്റ്റിലേക്ക് വന്നു? നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം നാളായി. കാരണം മറിയൂർ മൺവീടുകൾ വളരെ ഫേമസ് ആണ്. മറിയൂർ ഗ്രാമക്കാരുടെ മൺവീട് നിർമ്മാണം. ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ കാരണം പപ്പ ജോലി ചെയ്തിരുന്ന ഇവിടെ റീസെൻ്റ് ഒരു എസ്റ്റേറ്റിലായിരുന്നു. അന്നത്തെ തൊട്ട് ഈ സമ്മർ വെക്കേഷൻ വരുമ്പോഴൊക്കെ ഒരുപാട് മൺവീടുകൾ അന്നത്തെ കാലത്ത് കണ്ടിട്ടുണ്ട്. അന്നൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു ഇതിനെക്കുറിച്ച്. പക്ഷെ പിന്നീട് നമ്മൾ ഈ മൺവീട് ഇത് പണിത് തുടങ്ങിയിട്ട് 2013 നമ്മളൊരു മൺവീട് നിർമ്മിച്ചത്. അതായത് ടൂറിസ്റ്റുകൾക്കായിട്ട് കൊടുക്കുന്ന ഒരു മൺവീട്. പിന്നീട് നമ്മളും മൺവീട്ടിലേക്ക് മാറി. ഇത് എന്തോരം സാധനങ്ങൾ ആവശ്യം വരും, അല്ലെങ്കിൽ എത്ര ലോഡ് മണ്ണ് വേണം, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു? മൺവീട് 2-3 രീതിയിൽ നിർമ്മിക്കാം. ഒന്നെന്ന് പറയുന്നത് മുള തൂണായിട്ട് നിർമ്മിച്ച് അതിൻ്റെ ഇരുവശങ്ങളിൽ മുള തന്നെ കീറി അല്ലെങ്കിൽ കവുങ്ങ് കീറി അത് ബന്ധിപ്പിച്ച് അതിൻ്റെ ഒരു 1/2 അടി ഗ്യാപ്പിന് സ്ട്രിപ്സായിട്ട് 2 സൈഡിൽ അടിച്ചു പോയിട്ട് അത് മണ്ണ് നിറച്ച് പോയി അതിൻ്റെ മേൽമണ്ണിട്ട് അങ്ങനെ ഒരു പ്രോസസ്സുണ്ട്. പിന്നെ കുറച്ചധികം ദൂരത്തിൽ മുള വെച്ച് ഈ തുണി പിന്നുന്ന പോലെ വാർപ്പ് ആൻഡ് വെഫ്റ്റ് രീതിയിൽ അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ മണ്ണ് കട്ട പിടിച്ച് ഇഷ്ടികയുടെ ഒരു അച്ചുണ്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് കട്ട പിടിച്ച് ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് അതുമല്ലാത്ത ഒരു രീതിയാണ്. കാരണം ഇത് മണ്ണ് ഒരു 1 അടി അകലത്തിൽ മണ്ണ് കുഴച്ച് വെച്ച് ഉണങ്ങിയതിന് ശേഷം നമ്മൾ മണ്ണ് ചെത്തിയെടുക്കുകയാണ് കുലശ്ശേരി വെച്ച്. അങ്ങനെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഈ മണ്ണ് എവിടെ നിന്നൊക്കെ അവൈലബിലിറ്റി? ഇന്ന മണ്ണ് വേണം? മണ്ണ് ഇവിടെ തന്നെയുള്ള മണ്ണാണ്. പിന്നെ മൺവീട് പണിയുമ്പോൾ ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ മണ്ണിന് പശ ഉണ്ടായിരിക്കണം, അതാണ്. അപ്പോൾ ഈ മൺവീട് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടുത്തെ മഴ തന്നെയാണ്. കാരണം ഇവിടുത്തെ കറുത്ത മണ്ണാണ്, അതിന് പശ നല്ല രീതിയിലുണ്ട്. അപ്പോൾ ഇവിടുത്തെ മണ്ണ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മേളിലിട്ടിരിക്കുന്ന ഈ മഞ്ഞ മണ്ണ് പിത്ത് മണ്ണെന്ന് പറയും ലോക്കൽ ലാംഗ്വേജിൽ. ഇത് നമ്മളിപ്പോൾ കാന്തല്ലൂർ ഭാഗത്ത് ഒരു 7 അടി 8 അടി താഴ്ചയിൽ കിട്ടുന്നതാണ്. ഇപ്പോൾ ട്രൈബൽസ് എല്ലാം യൂസ് ചെയ്യുന്നത് തന്നെയാണ്. ഇത് ചാണകവും മണ്ണും കൂടി ചേർത്താണ് ഇത് ഇട്ടേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇത്രയും ഫിനിഷ് വരാൻ കാരണം എന്ന് പറയുന്നത് ഇതൊരു ട്രഡീഷണൽ മെത്തഡാണ്. അതായത് ഒരു 7 ടൈപ്പ് കല്ലുകളുണ്ട് മറിയൂർ ഗ്രാമക്കാരുടെ കയ്യിൽ. അപ്പോൾ ആ 7 ടൈപ്പുള്ള കല്ലും പിന്നെ ഈ സെൻറ്റ് തോമസ് ബീൻസ് എന്ന് പറയുന്ന ഒരു കായുണ്ട്, മക്കും കായ എന്നൊക്കെ പറയും മലയാളത്തിൽ. അതുപയോഗിച്ചാണ് ഇതിൻ്റെ ഒരു കർവൊക്കെ ഇത്രയും രീതിയിൽ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അതെ അതെ. ഇതിന് എന്തോരം ഒരു ചെലവ് വരുന്നുണ്ട്? ഇപ്പോൾ ഈ വീട് ഏകദേശം നമ്മൾക്കൊരു 1700 സ്ക്വയർ ഫീറ്റിനടുത്തുണ്ട്. ഇത് നമ്മൾ ഏകദേശം ഒരു 13 ലക്ഷം രൂപയ്ക്കാണ് നിർമ്മിച്ചിരിക്കുന്നത്. കാരണം ഇതിൻ്റെ കിച്ചൺസും പിന്നെ ഇതിൻ്റെ ഉള്ളിലെ ടോയ്ലറ്റ്സൊക്കെ കുറച്ച് മോഡലായിട്ട് ചെയ്തേക്കുന്നത്. അപ്പം അതുകൊണ്ട് അതിന് കുറച്ച് കൂടുതൽ പൈസ ആയിട്ടുണ്ട്. ഈ ഒരു മൺവീട് കൺസെപ്റ്റിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ നിർമ്മിക്കണം, ഇങ്ങനെ പല സ്ഥലത്തും നിർമ്മിച്ച് കൊടുക്കണം എന്നുള്ള ആശയത്തിലേക്ക് അല്ലെങ്കിൽ അതിലേക്കൊക്കെ വരാനുള്ളൊരു പ്രേരണ എന്തായിരുന്നു ഒരു? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്. കാരണം മീൻസ് നേച്ചറായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ഞാൻ എപ്പോഴും നോക്കിയത് ഒരു ഈ സസ്റ്റൈനബിൾ അക്കോമഡേഷൻ അല്ലെങ്കിൽ മൺവീട്, ഇതൊക്കെ ചെറുപ്പം തൊട്ടുള്ള ഒരാഗ്രഹം. കാരണം നമ്മൾ ഈ കാർട്ടൂൺസിലും അല്ലെങ്കിൽ ഈ ബാലരമയിലൊക്കെയാണ് ഈ മൺവീടുകളുടെ ഈ ഡയഗ്രാമൊക്കെ ചെറിയ രീതിയിലുള്ള ഈ കൂണ് ഷേപ്പിലുള്ളത് കാണുന്നത്. അപ്പോൾ നമുക്ക് പണ്ട് തൊട്ട് ഇത് ഭയങ്കര ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള, ചിലവർക്ക് വണ്ടി ആയിരിക്കാം, അല്ലെങ്കിൽ ചിലർ കാറുകളോട് ഒരുപാട് ബൈക്സ് കാർ അങ്ങനെ, ചിലവർക്ക് വിമാനങ്ങളോടായിരിക്കും. അതുപോലെ എനിക്ക് ഇതിനോടാണ് താല്പര്യം. പിന്നെ ഇതിനെക്കുറിച്ച് അറിഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ഈ മൺവീട് നമുക്കൊരു 1.5 ലക്ഷം രൂപ മുതൽ 1.5 കോടി വരെയുള്ള മഡ് ഹൗസുകൾ നമുക്ക് പണിയാൻ പറ്റും. അതായത് അതിൻ്റെ സൈസ് അനുസരിച്ച് ഇപ്പോൾ ഒരു 5000 സ്ക്വയർ ഫീറ്റ് വേണം, അതല്ല അതിന് മേളിലോട്ട് വേണം, അങ്ങനെയൊക്കെ വരുമ്പോൾ 2 നില വേണം. അങ്ങനത്തെ മഡ് ഹൗസുകൾ വരുമ്പോൾ കുറച്ചധികം രൂപയാവും. അപ്പോൾ പിന്നീട് ഈ മറ ഊര് എന്നറിയപ്പെടുന്ന ഈ 5 നാട് 5 ഊര് ഇവരുടെ ഒരു ട്രഡീഷണൽ മെത്തേഡാണ് ഈ ബാംബു മഡ് കൺസ്ട്രക്ഷൻ. അപ്പോൾ അവരായിട്ട് കൂടുതൽ ഇൻട്രാക്ഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറേയും കൂടി അധികം നോളജസ് കിട്ടി. കാരണം മൺവീട് എന്ന് പറഞ്ഞൊരു നിസ്സാര സംഭവമല്ല.
അതുകൊണ്ട് ഒന്നോ രണ്ടോ ഡിസഡ്വാൻറ്റേജേ പറയാൻ പറ്റുള്ളൂ. കാരണം തറ മണ്ണായതുകൊണ്ട് ചിലപ്പോൾ മൺവീട് പണിയുമ്പോൾ നമുക്ക് ഈർപ്പം സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് വീട്ടിനുള്ളിൽ ചെളിയാകും അങ്ങനെയൊക്കെ. ഇതിപ്പോൾ നമ്മൾ സെമി കൺസെപ്റ്റിലാണ് നമ്മൾ ഈ വീട് ചെയ്തിരിക്കുന്നത്. കാരണം വീട്ടിലായതുകൊണ്ട് വെള്ളമെല്ലാം വീഴാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഗസ്റ്റിന് കൊടുക്കുന്ന മൺവീടുകൾ പ്യുവർ അതത് രീതിയിൽ ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന് എക്കോ ഫ്രണ്ട്ലി, രണ്ടാമത് ഇതൊരു വേറിട്ടൊരു കൺസെപ്റ്റാണ്. കാരണം ഇന്നത്തെ കാലത്ത് ടൂറിസ്റ്റ് അന്വേഷിച്ച് പോകുന്ന 5 സ്റ്റാർ ഹോട്ടലുകൾ കൂടുതൽ ഇങ്ങനത്തെ കൺസെപ്റ്റ്സാണ്. പിന്നെ നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സൈലൻ്റ് ആണ്. പിന്നെ ഒരുപാട് പക്ഷികൾ വരും, നല്ല നല്ല ശബ്ദങ്ങൾ കേൾക്കാം. പിന്നെ ഈ ഒരു പ്രോജക്റ്റ് കൊണ്ട് ഈ നാടിനോ അതല്ലാതെ പ്രകൃതിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തികളും ഇവിടെ നമ്മൾ നിലവിൽ ചെയ്യുന്നില്ല. പിന്നെ ഇവിടെ നമ്മൾ എടുക്കുന്ന ഗസ്റ്റും അതുപോലെ തന്നെയാണ്, ഫാമിലിക്ക് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ആ ഒരു രീതിയിലാണ് നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നത്. അത്യാവശ്യം അയൽവാസികൾക്കൊക്കെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അങ്ങനെ അവരുടെയും കൂടി ഒരു നല്ല രീതിയിൽ അവരെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലും, അല്ലെങ്കിൽ അവരുടെ ചെറിയ ചെറിയ ഇപ്പോൾ ചിലവർ പശുവിനെ കറക്കുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ചിലവരിവിടെ ഞാൻ ഈ പ്രോജക്റ്റ് തുടങ്ങിയപ്പോൾ ഇവിടെ ഈ കാട്ടിൽ നിന്ന് വെട്ടുന്ന പുല്ല് അതുപോലെ ഈ ഓല ഇതിനൊന്നും വില ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഈ ഒരു പ്രോജക്റ്റ് കണ്ട് ഇതിൽ നിന്ന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഇപ്പോൾ നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. ഇവരെല്ലാം ഇതിൽ നിന്ന് പ്രചോദനം കൊണ്ടുവന്നവരാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇവിടുത്തെ നാട്ടുകാർക്ക് നല്ല രീതിയിൽ ഉപകാരം ഉണ്ടായിട്ടുണ്ട്. ഈ മറിയൊരു ഗ്രാമക്കാർക്കും പിന്നെ ഇവിടെ ഈ മലകളിലൊക്കെ പുല്ലുണ്ട്, അപ്പോൾ അവർ പുട്ടി റിസോർട്ടുകൾ കൊടുക്കുന്നു. അതിനിപ്പോൾ ഒരു നല്ല ഇപ്പോൾ ഏകദേശം ഒരു കെട്ട് ഈ മെയ്യുന്ന പുല്ലിന് 250 രൂപയുണ്ട്. നമ്മൾ തുടങ്ങിയ സമയത്ത് 60 രൂപ 80 രൂപയായിരുന്നു. അപ്പോൾ ഇതെല്ലാം അവർക്കും കൂടി പ്രയോജനം വരുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒരുപാട് പേർക്ക് ഇവിടുന്ന് തൊഴിൽ കിട്ടുന്നുണ്ട്. കാരണം വലിയ വലിയ റിസോർട്ടുകളും ഈ ഒരു മോഡലിലൊക്കെ ഇവിടെ രൂപം കൊണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു നല്ല പ്രോജക്റ്റാണ്. ഇത് മറ്റുള്ളവർക്ക് ഉപകാരം വരുന്ന രീതിയിലാണ് അന്നും ചിന്തിച്ചത്, അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജ് ലൈക്ക് ഈ വെള്ളമൊക്കെ വരുമ്പോൾ മണ്ണ് നനയുമ്പോഴൊക്കെ അതിനെന്തെങ്കിലും കോട്ടിങ്, അത് പ്രതിരോധിക്കാൻ വല്ല കോട്ടിങ് ഉണ്ടോ? പിന്നെ പൊതുവെ മഴക്കാലമാണല്ലോ, അപ്പോൾ അത് ആ ഒരു മഴക്കാലത്തൊക്കെ ഇതെങ്ങനെയാണ് ഇത് നമുക്ക് എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്നത്? നമ്മളിപ്പോൾ ഒരു ഫ്ലഡിങ് ഏരിയ അവിടെയൊന്നും നമ്മൾ സജസ്റ്റ് ചെയ്യത്തില്ല. കാരണം പ്യുവറായിട്ട് മൺവീടുകൾ ചെയ്ത് കഴിയുമ്പോൾ അതിന് ഇതുപോലത്തെ ഒരു വെള്ളം പൊങ്ങുന്ന സ്ഥലത്ത് ഫ്ലഡിങ് ഏരിയയിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ കുറേ കൂടി പണ്ടത്തെ ആളുകൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ എറണാകുളത്ത് ഈ ഇടയ്ക്ക് ഞാൻ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കാഡ്ബറീസിൻ്റെ ഒരു ഗോഡൗൺ നിർമ്മിക്കുക. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഒരു വാട്ടർ ടാങ്ക് അവർ നിർമ്മിച്ചിരുന്നത് ചതുപ്പ് നിലത്തിന് മേളിലാണ്. അവരെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റ് ഏരിയയിൽ ഫുള്ള് മുളകൾ അടിച്ച് നിരത്തിയേക്കുവാണ്. എന്നിട്ട് അതിൻ്റെ മേളിൽ മെഷ് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ കോൺക്രീറ്റ് ചെയ്ത് വലിയൊരു വാട്ടർ ടാങ്ക് പണിതിരിക്കുക. പക്ഷേ അവർ പറഞ്ഞപ്പോൾ ഈ മുള ഉപ്പുവെള്ളത്തിലോ അല്ലെങ്കിൽ വെള്ളത്തിനടിയിൽ നിന്ന് ചീത്തയാവത്തില്ല ഒരിക്കലും, എത്ര നാൾ വേണമെങ്കിലും നിന്നോളുന്നു. അപ്പോൾ അങ്ങനെയും കുറച്ച് ഗുണങ്ങളുണ്ട്, അങ്ങനെയും ചെയ്യാം. പക്ഷെ നമ്മൾ കൂടുതലും ഡ്രൈ ഏരിയയിലാണ് മഡ് ഹൗസ്. കാരണം മഡ് ഹൗസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ തണുപ്പാണ്. കാരണം ചൂടുള്ള മേഖലയിലേക്കാണ് നമ്മൾ കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത്. ഡ്രൈ മേഖല ഇപ്പോൾ പാലക്കാട്, അതല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ, ഇപ്പോൾ രാജസ്ഥാനിലൊക്കെ ഒരുപാട് മൺവീടുകളുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ മറിയൊരു നമുക്ക് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ റൂഫ് ഏകദേശം ഒരു 2.5 അടി തൊട്ട് 3 അടി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ നാട്ടിൽ പെയ്യുന്ന ഒരു മഴയ്ക്ക് ഉള്ളിലോട്ട് വെള്ളം കയറത്തില്ല. നോർമലി അത്ര ആരും ചെയ്യാറില്ല, ഒരു 1.5 അടിയൊക്കെ വെക്കാറുള്ളൂ. പക്ഷെ നമ്മളത് കുറച്ചും കൂടി വീടിൻ്റെ ഡിഗ്രി ടോപ്പ് റൂഫിൽ നിന്ന് താഴോട്ട് വാളിലേക്കുള്ള ഡിഗ്രി കുറച്ച് കൂട്ടിയിട്ട് അതിൻ്റെ ലെങ്ത്ത് വീടിൻ്റെ വെളി ചുവരിൽ നിന്ന് ഒരു 3 അടി തള്ളി നിൽക്കുന്ന രീതിയിലാണെങ്കിൽ ഈ പറയുന്ന മഴ നമുക്ക് പ്രശ്നമല്ല. പിന്നെ വെള്ളം പൊങ്ങുന്ന സ്ഥലത്ത് അത് അത്രയ്ക്കും മീൻസ് ഉള്ളിൽ ചെളിയൊക്കെ ആയി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അപ്പോൾ കൂടുതലും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഡ്രൈ ഏരിയാസാണ്. ഈ ഒരു കൺസെപ്റ്റ് നമ്മുടെ ക്രൈസ്തവ മൂല്യമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ പുസ്തകങ്ങളായിട്ടോ ബൈബിളായിട്ടോ എന്തെങ്കിലും അങ്ങനെ വല്ല ചിന്തകളിലൂടെ അത് കണക്റ്റ് ആയിട്ടുണ്ടോ? നമ്മുടെ ചില കൺസെപ്റ്റ്, അതായത് നമ്മളിപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നോർമൽ ടൂറിസം മീൻസ് അതൊരു സ്പെഷ്യൽ ടൂറിസമാണ് ബേസ്ഡ് ഓൺ ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ നേച്ചർ, പ്രകൃതിയെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ആക്ടിവിറ്റിയാണ്. പക്ഷെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ഒരു വീഗൻ കൺസെപ്റ്റ് പ്രോജക്റ്റ് ഉണ്ട്. അതായത് അതെന്ന് പറഞ്ഞാൽ മാക്സിമം നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണങ്ങളും കൂടുതൽ പാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദിവസം പാസ്റ്റ് ചെയ്ത ഒരാളാണ് ക്രിസ്തു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പാഠങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം മരുഭൂമി ക്രോസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് ഫാസ്റ്റിംഗ് ചെയ്തിട്ട്. അപ്പോൾ നമ്മളങ്ങനത്തെ ഈ വീഗൻസിൻ്റെ ഒരു പ്രത്യേകതയാണ്, അതായത് അവർ മാക്സിമം കഴിക്കുന്നത് റോ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആണ്. പിന്നെ അങ്ങനെ എല്ലാ ദിവസവും ത്രൂ ഔട്ട് ഒരു മാസത്തിൽ 30 ദിവസം ഉണ്ടെങ്കിൽ 30 ദിവസം അവർ കഴിക്കത്തില്ല. അവർ ചിലപ്പോൾ ഇൻ്റർമീഡിയൻ്റ് ആയിട്ട് 2 ദിവസം അല്ലെങ്കിൽ 5 ദിവസം 10 ദിവസം ഉപവസിക്കും.
അഭ്യസിക്കാൻ നേരത്ത് നമ്മുടെ ശരീരം അനക്കില്ല, റെസ്റ്റ് ആയിരിക്കും. അതുപോലെ വെള്ളം മാത്രമായിരിക്കും കുടിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് നമ്മൾ നോക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്ന പല വീഗൻസും പറയുന്നത്, ഈവൻ അവർ ഹിന്ദുസ് ആയിട്ടുള്ളവരുണ്ട്, അവർ പറയുന്നത് ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നത് ഈ ഒരു കാര്യത്തിൽ യേശുവിനെയാണെന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ വെക്കാറുണ്ട്. ഇപ്പോൾ കുടുംബകൂട്ടമാണെങ്കിലും അല്ലെങ്കിൽ ഇവിടുന്ന് സെമിനാരിൽ നിന്നുള്ള സ്റ്റുഡൻസ്, അതല്ലെങ്കിൽ ഇവിടുന്ന് സിസ്റ്റേഴ്സ്, നമ്മുടെ അടുത്ത് കോൺവെൻ്റ് ഉണ്ട്. പിന്നെ ഇവിടെ സന്യാസ സഭയുടെ ഒരു ആശ്രമമുണ്ട്. അവിടുന്ന് അച്ഛന്മാരൊക്കെ വന്ന് അവിടെ പ്രാർത്ഥിക്കാനും അവരിടയ്ക്ക് താമസിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് ഇവിടുത്തെ ഒരു ലോസ്റ്റ് കൾച്ചറാണ്. കാരണം മറിയൂർ മൺവീടുകൾ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം ആളുകൾ കോൺക്രീറ്റ് ജംഗിളിലേക്ക് മാറിയിട്ട് ഇതിവിടെ നഷ്ടപ്പോയ ഒരു കൺസെപ്റ്റ് ഇത്രയും നല്ല രീതിയിൽ മൺവീട് പണിയാൻ. കാരണം നമ്മൾ ഏത് മോഡലിലാണോ ഒരു കോൺക്രീറ്റ് വീട് ചെയ്യുന്നത് അതേ രീതിയിൽ അതിൽ അതിനേക്കാളും ഫിനിഷായിട്ട് മൺവീടുകൾ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ കഴിയും. അതും ഈ കാണുന്ന മുള കൊണ്ടും ഈ മണ്ണും ചാണകവും കൊണ്ട് നമുക്ക് ഒരുപാട് ഡിസൈൻസ്, ഇപ്പോൾ താഴെ നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഒരുപാട് നല്ല ഡിസൈൻസ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം മണ്ണാണ്. അപ്പോൾ നമുക്ക് ഇതൊരു നല്ല കൺസെപ്റ്റാണ്. അപ്പോൾ ഇതിൽ ഒരു അവയർനെസ് ഉണ്ടാകുക, പിന്നെ ഇവിടെ താമസിക്കുന്നവർക്ക് ഇത് അറിയാനും. പിന്നെ നമുക്കറിയാം നമ്മുടെ കാലങ്ങളിൽ നമ്മുടെ കാർഡ് വെച്ച് ഇവരെല്ലാം മൺവീട്ടിലായിരിക്കും താമസിച്ചത്. ഈ കോൺക്രീറ്റ് വീട് വന്നിട്ട് വളരെ കുറച്ച് കാലങ്ങളായിട്ടുള്ളൂ. അപ്പോൾ ഈ പഴയ ആളുകൾക്ക് ഇതൊരു നൊസ്റ്റാൾജിയ, മീൻസ് അവർ വരുമ്പോൾ ഇവിടെ പല ആളുകളും, പ്രായമുള്ള ആളുകൾ വരുമ്പോൾ പറയും ഞങ്ങൾ ഇങ്ങനത്തെ വീട്ടിലാണ് താമസിച്ചത്. അവരുടെ കൊച്ചുമക്കൾ പറയും നിങ്ങൾ ഈ വീട് കണ്ടോ, ഞങ്ങളൊക്കെ ഇങ്ങനെയാണ് താമസിച്ചത്, ഞങ്ങൾ ഓലയിട്ട വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. അത് ശരിക്കും ഇന്നത്തെ കാലത്ത് ഒരു നാണക്കേടെന്നൊന്നും വിചാരിക്കേണ്ട. കാരണം ഇത് നല്ലതാണ്. ഇപ്പോൾ ഒരു എർത്തിക്കൊക്കെ ഒരു ഭൂമികൾക്ക് ഉണ്ടായാൽ പോലും ഇതിൻ്റെ ഒരു വാൾ തിക്നെസ് പറയുന്നത് ഒരു 4 ഇഞ്ചാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ മൊത്തം ബാംബൂ സ്ട്രിപ്സും ബാംബൂ ആണ്. പിന്നെ ഇതിൻ്റെ റൂഫ് വരുന്ന ഓലയും പുല്ലുമാണ്. ഇതൊരിക്കലും കൊളാപ്സ് ആകത്തില്ല. അങ്ങനെ ആയാൽ തന്നെ ഇതിൻ്റെ അടിയിലൊന്നും സംഭവിക്കാനും പോകുന്നില്ല. ഇതൊരിക്കലും ആകത്തില്ല. കാരണം ഇതിന് ഓരോ അര അടിക്കും നമ്മൾ ഇതിൽ ബാംബു അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്ട്രോങ് ആണ്, കുറേ കൂടി സേഫാണ്. ഇതുകൊണ്ട് നാളെ ഒരു അപകടം ഉണ്ടാവുമോ, പിന്നെ ഇപ്പോൾ ഫയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. പിന്നെ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സോളാർ ഇലക്ട്രിസിറ്റിയാണ്, DC വോൾട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതങ്ങനെ തീ പിടിക്കും അങ്ങനെയുള്ള ഇതില്ല. പിന്നെ നമ്മൾ ഈ ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് അങ്ങനത്തെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഒരു എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടി. കാരണം ടൂറിസ്റ്റുകൾ വെളിയിൽ നിന്ന് വരുന്നവർക്ക് ഇത് പേടിയുണ്ടാവും. പിന്നെ ഇതുപോലെ ചിലവർക്ക് ഈ ഓല കാണുമ്പോൾ പേടിയുണ്ടാവും, ഇതിലെന്തെങ്കിലും പാമ്പ് വരുമോ അല്ലെങ്കിൽ പഴുതാർ വരുമോ എന്നൊക്കെ. അപ്പം നമ്മൾ നോർമലി ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു ബാരലുണ്ട്. ആ ബാരലിൽ നമ്മൾ നല്ല വിറകിട്ട് കത്തിച്ചതിന് ശേഷം കുന്തിരിക്കം, അല്ല തൈലപ്പുല്ലിൻ്റെ പുല്ല്, യൂക്കാലിപ്റ്റസ് ഇല, ഇവിടുത്തെ കുറച്ച് ഈ ശീമക്കൊന്ന, ഇടക്കൊള, ഇങ്ങനത്തെ ഇതൊക്കെ ഇട്ട് നല്ല രീതിയിൽ പുകയിട്ട് അടച്ചു വയ്ക്കും. ഒരു ദിവസം ഒരു 6-7 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പുക കൊടുക്കും. അതങ്ങനെ ഒരു ഹാബിറ്റായി കഴിയുമ്പോൾ ഇവർക്ക് കണ്ടിന്യൂസ് ബുദ്ധിമുട്ടായി കഴിയുമ്പോൾ പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഒന്നും വരത്തില്ല, ഒരു സ്മെല്ലടിക്കുമ്പോൾ തന്നെ. അപ്പം അങ്ങനത്തെ ഒരു ട്രഡീഷണൽ മെത്തേഡ് തന്നെയാണ് നമ്മൾ വീട് ലാസ്റ്റ് ഒരു 9-10 വർഷമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ചെതലിനൊക്കെ ഇപ്പോൾ ചെതലിൻ്റെയൊക്കെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചെതലിനൊരു ഇതെന്ന് പറഞ്ഞാൽ അവരെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു കൂടുണ്ടാകുന്നു, പിന്നെ പുകയിടുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ്. പിന്നെ ഒരാൾ നല്ല രീതിയിൽ ഡെയിലി മൂവ്മെൻറ്റ് ഉണ്ടാകുന്ന സ്ഥലത്ത് ഒരിക്കലും ചെതൽ വരത്തില്ല. നമ്മൾ സാധാരണ ഇങ്ങനെയാണ്, നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു വിറകാണെങ്കിൽ ഒരിക്കലും ചെതൽ വരില്ല വീട്ടിൽ. പക്ഷെ നിങ്ങൾ ആ വിറക് മാറ്റി 1-2 മാസം ഒരു സ്ഥലത്ത് ഇട്ട് നിങ്ങൾ പോയി കഴിയുമ്പോൾ അതിൻ്റെ അടിവശത്ത് ചെതലുണ്ടാവും, അല്ലെങ്കിൽ അതിന് മേളിലുണ്ടാവും. അങ്ങനെയല്ല, നമ്മൾ നോക്കാതിരിക്കുമ്പോഴാണ്. പക്ഷെ നമ്മൾ ഈ വീടെന്ന് പറഞ്ഞാൽ ഡെയിലി മെയിൻ്റനൻസ് ആണ്. ഡെയിലി ഇതിനെ നല്ല രീതിയിൽ വൃത്തിയാക്കുകയും ആഴ്ചയിലൊരിക്കൽ പുകയിടുകയും, ഇതൊരു 9-10 വർഷമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ചെതലിൻ്റെ ശല്യം നമുക്ക് അങ്ങനെ ഇല്ല. പിന്നെ എനിക്കിവിടെ ഒരു ലോക്കൽ ഒരാൾ പറഞ്ഞു തന്നൊരു ഇതുണ്ട്, മറിയൂരെ സംബന്ധിച്ച് മറിയൂരിന് ആഴം കുറഞ്ഞ മണ്ണാണ്. അപ്പം നമ്മളിവിടുത്തെ മേൽമണ്ണ് എടുത്ത് നമ്മൾ മാറ്റി വെച്ചിട്ട് ഒരു 5 അടി, ഒരു 6 അടി, 7 അടി, അല്ലെങ്കിൽ ഒരു 12 അടി ആ രീതിയിലൊക്കെ പോയി കഴിയുമ്പോൾ ഇവിടെ മട്ടിക്കല്ല് കിട്ടും. അപ്പം അതിൻ്റെ മേളിൽ മഡോസ് കിട്ടുവാണെങ്കിൽ, കാരണം എപ്പോഴും ചെതലും ഈ പറയുന്ന ചെറിയ മൈക്രോബ്സ് ഒക്കെ ഉണ്ടാകുന്നത് പാരൻറ്റ് സോയിലാണ്, ടോപ്പ് സോയിലിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ മട്ടിക്കല്ലിൻ്റെ മേളിൽ നമ്മൾ മൺവീട് പണിയുകയാണെങ്കിൽ ഒരിക്കലും ചെതലോ മറ്റേ ജീവികളോ ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഇവിടുത്തെ മേൽമണ്ണ് ഈ മൺവീടിൻ്റെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചിട്ട് ഇവിടുത്തെ മട്ടിക്കലിൻ്റെ മുകളിലാണ് ഈ വീട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ നിർമ്മാണം എന്ന് പറയുമ്പോൾ ഇത് ബാംബു തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലിട്ടിരിക്കുന്ന പില്ലറും. അതേ ബാംബു തന്നെ, ഒരു ബാംബു 6 കീറിയിട്ട് അത് 2 വശങ്ങളിൽ അടിച്ച് ഇടയിൽ ഫില്ല് ചെയ്തിട്ടാണ് ഈ മൺവീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ബാംബുവിന് പണ്ട് കാലത്ത് നമ്മുടെ ഒരു ട്രീറ്റിംഗ് മെത്തേഡ് ഉണ്ട്, അതായത് കൂവ, ആരോ റൂട്ട് എന്ന് പറയുന്നത്. ഈ കൂവ നമ്മളൊരു ടെമ്പററി ടാർപോളിൻ പോണ്ട് ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഇത് മുക്കിയിടണം. അപ്പോൾ ഇതിൻ്റെ ഈ കാരണം ചെതൽ എന്തുകൊണ്ടാണ് കഴിക്കുന്നത്? ഇപ്പോൾ ചെതൽ ഒരിക്കലും ആര്യവേപ്പ് കഴിക്കുന്നില്ല, അല്ലെങ്കിൽ യൂക്കാലിപ്റ്റസ് കഴിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അതിൽ ഓയിൽ കണ്ടന്റ് ഉണ്ട്.
അപ്പോൾ ഈ അത് ചവയ്ക്കുമ്പോൾ ഒരിക്കലും അതിനൊരു പുളിപ്പ് കിട്ടുന്നില്ല. പക്ഷെ പുളിപ്പ് കിട്ടുമ്പോഴാണ് ഇവർ കയറുന്നത്. ഇപ്പോൾ മുളയൊക്കെ നമുക്കറിയാം, മുളയൊക്കെ ചെറുത് നമ്മൾ ഇപ്പോൾ ഒരു ഇതുപോലത്തെ ഒരു മുള നമ്മൾ കടിച്ചു പോകണേ അതിന് പുളിപ്പുണ്ടാവും. അപ്പോൾ പുളിപ്പ് കളഞ്ഞു കഴിഞ്ഞാൽ ഇവർ അറ്റാക്ക് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ആരോ റൂട്ട് അതിൻ്റെ ആരോ റൂട്ടും അതുപോലെ കല്ലുപ്പും മിക്സ് ചെയ്തുള്ള ഒരു ടെമ്പററി ഒരു പോണ്ട് ഉണ്ടാക്കി അതിൽ ഈ മുള കീറി മുക്കിയിടുവാണ്. ഏതാ ഉപയോഗിക്കുന്ന മുള. അപ്പോൾ ഒരു മാസം 2 മാസം കഴിയുമ്പോൾ അതിലൊരു ക്ലാവ് പോലെ ഒരു പായൽ പോലെ പിടിക്കും. അതെടുത്താണ് ഇവിടെ വീണ്ടും നമ്മൾ വയ്ക്കുന്നത്. അപ്പോൾ അതൊരു നാച്ചുറൽ മെത്തേഡാണ്. അതുപോലെ ഈ കൊല്ലം ഭാഗത്ത് നോക്കുവാണെങ്കിൽ കരിങ്ങാട്ട എന്ന് പറയുന്ന ഒരു ഇലയുണ്ട്. ഈ കരിങ്ങാട്ട പണ്ട് കാലത്ത് വീടുകളിലെ കട്ടിലയുടെ അടിയിലൊക്കെ വിരിച്ചു വയ്ക്കും, എന്നിട്ട് കട്ടില വയ്ക്കും. ഒരു 50 വർഷം കഴിഞ്ഞ് 100 വർഷം കഴിഞ്ഞ് ഈ വീട് പൊളിക്കുമ്പോഴേ ഈ കരിങ്ങാട്ടയുടെ ഇല അടിയിലുണ്ടാവും. അപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ട്രഡീഷണൽ മെത്തേഡ്സ് ഉണ്ട്, നമ്മൾ അന്വേഷിച്ചാൽ കിട്ടാവുന്ന കാര്യം. നമ്മൾ ഇങ്ങനത്തെ വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ലൈക്ക് വേറെ എവിടെയെങ്കിലും സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നമ്മളിപ്പോൾ ഇവിടെ തന്നെ ബേസിക് ആയിട്ടുണ്ടല്ലോ. ഇപ്പം ഞാൻ ഇപ്പോൾ ഈ മഡോസിൻ്റെ നില നോക്കുവാണെങ്കിൽ ഇത് ഉപയോഗിച്ചിരിക്കുന്ന ആര്യവേപ്പാണ്. ആര്യവേപ്പിൻ്റെ കട്ടില ഇവിടെ അവൈലബിൾ ആണ്, എല്ലായിടത്തും അവൈലബിൾ ആണ്. പിന്നെ ഈ മണ്ണി തൊടുന്ന ഭാഗ്യം മാത്രം നമ്മൾ ഇപ്പോൾ ഇതുപോലെ ഈ മണ്ണി തൊടുന്ന ഭാഗം മാത്രം നമ്മൾ കെയർ ചെയ്താൽ മതി. കാരണം ഈ കാണുന്ന ഈ ജനൽപ്പാളികളും തടിയാണെങ്കിലും നമുക്ക് വിസിബിൾ ആണ്, നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് അത് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കണ്ണിൽ കാണാൻ പറ്റാത്തത് അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ നോക്കി ചെയ്യേണ്ടത്. ഈ മൺവീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തണുപ്പ്, വെളിയിൽ തണുപ്പുള്ളപ്പോൾ ഉള്ളിൽ ചൂടും, വെളിയിൽ ചൂടുള്ളപ്പോൾ ഉള്ളിൽ തണുപ്പും. അതാണ് ഈ മൺവീടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നല്ല മഴയുള്ള സമയങ്ങളിൽ, നല്ല തണുപ്പുള്ള സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വാമാകും. അത് ഇവിടെയല്ല, ഏത് നാട്ടിലും മൺവീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ അങ്ങനത്തെ ഒരു എഫക്റ്റ് ഉണ്ടാവും. ഈ ഒരു മൺവീട് പണിത് എടുക്കാനുള്ള ഒരു ഫിനിഷ് ചെയ്യാനുള്ള കാലാവധി എത്ര കാലം എടുക്കും? ഇത് ഏകദേശം 1 വർഷമാണ്. അതായത് 1 വർഷം എന്ന് പറഞ്ഞാൽ 365 ദിവസം നമ്മൾ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഇതിനൊരു പ്രോസസ്സ് ഉണ്ട്. കാരണം ഈ മണ്ണിന് ഒരു അസിഡിറ്റി ആൽക്കലൈറ്റ് ഉണ്ട്, അത് കളയണം നമ്മൾ. അപ്പോൾ നമ്മളിപ്പോൾ വെർട്ടിക്കലായിട്ട് മണ്ണ് വയ്ക്കുന്നത്, അത് ഉണങ്ങിയതിന് ശേഷമാണ് അടുത്ത മേൽമണ്ണ് അതിൻ്റെ മേളിലോട്ടുള്ള ലേയേഴ്സ് ഇടുന്നത്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ മണ്ണ് ഇട്ട് കഴിയുമ്പോൾ ബാമ്പുവിൻ്റെ ഫ്രെയിംസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അടുത്ത ലെയറിലാണ് ബാമ്പു മറയുന്നത്. ഇപ്പോൾ ഇതിലൊരു 10,000 കണക്കിന് വിള്ളലുകളുണ്ടാവും. നമ്മളത് അങ്ങനെ ഒരു 10-20 ഒരു മാസം നമ്മളത് വിള്ളൽ വരാൻ വേണ്ടി നമ്മൾ ഇടും. ആ മണ്ണ് ഇതിൻ്റെ മോയ്സ്ചർ പോകുന്നതനുസരിച്ച് ഇതിൻ്റെ വിള്ളൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ അതിൻ്റെ മോയ്സ്ചർ ഫുള്ള് ഡ്രൈ ആവുന്ന ഒരു സീറ്റ് നമുക്കറിയാമല്ലോ, വിഷ്വലി നമുക്കറിയാം. ആ സമയത്ത് നമ്മൾ അടുത്ത മണ്ണിടും. അപ്പോൾ അതിൻ്റെ പകുതി ഹോൾസുകൾ അടഞ്ഞു പോകും. പിന്നെ കുറച്ച് നാളിടും പണി ചെയ്യാതെ. അപ്പോൾ വീണ്ടും കുറേ വിള്ളൽ വരും. അങ്ങനെ കുറച്ച് ഒരു 3-4 ലെയർ കഴിയുമ്പോൾ എല്ലാ വിള്ളലും അടയും. പിന്നീട് നമുക്ക് ഇഷ്ടമുള്ള ഈ പിത്തുമണ്ണ് അല്ലെങ്കിൽ ചെമ്മണ്ണ് നമുക്ക് ഉപയോഗിക്കാം. ചെമ്മണ്ണ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ വീടും. പിന്നെ നമ്മൾ ഈ ഒരു കളർ സെലക്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ കളറിന് ഈ ഒരു ലൈറ്റ് നല്ല ബ്രൈറ്റ്നസ് തരും. അപ്പോൾ വാം ലൈറ്റ് ആണെങ്കിലും പിന്നെ വെളിച്ചം മതി. ഒരു കോർണർ ടു കോർണർ കാണണമെങ്കിലും. പിന്നെ നമ്മളിവിടെ ഈ പണിതിരിക്കുന്ന എല്ലാം, ഈ നമ്മളിരിക്കുന്നതല്ല, ഇതെല്ലാം മഡ് തന്നെയാണ്. ഇപ്പം ഇതിൻ്റെ ഇടയിൽ നമ്മളൊരു പുൽപ്പായി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മേളിലാണ് ഈ കുഷ്യൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു കാലയളവുണ്ട്. കാരണം ആ കാലയളവ് ചെയ്തില്ലെങ്കിൽ മൺവീടിനൊരു കാരണം നമ്മളിവിടെ കുറേ അധികം മൺവീടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ചുരുങ്ങിയ 1 വർഷത്തിനുള്ളിൽ പൊളിഞ്ഞ മൺവീടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ ഈ പ്രോജക്റ്റ് തുടങ്ങിയ സമയത്ത് എൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ പറഞ്ഞിരുന്നു മൺവീട് ചെയ്യരുത്, മൺവീടിന് ലൈഫില്ലാന്ന്. പക്ഷെ ഞാൻ ഈ മറിയൂർ ഗ്രാമത്തിൽ പോയൊരു വീട് കണ്ടപ്പോൾ 80 വർഷം മേളിൽ പഴക്കമുണ്ടായിരുന്നു. അതുപോലെ അവിടെ 2 നില ഒരു മൺവീടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് 6000 കിലോ നെല്ല് ആ വീടിന് മേളിലിട്ട് ഉണക്കിക്കൊണ്ടിരുന്നതാണ് അന്നത്തെ കാലത്ത് നെൽകൃഷി ചെയ്യുമ്പോൾ. അപ്പോൾ അതിനെ കൂടെ കൂടുതൽ കൗതുകമായി അതിനന്വേഷിക്കുന്ന ആളുകൾ നോക്കിയപ്പോൾ ഏകദേശം ഒരു 50 വയസ്സിന് മേളിലുള്ളവരാണ് ലാസ്റ്റ് ജനറേഷൻ ഈ വർക്ക് അറിയാവുന്നത്. അപ്പോൾ അവരെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് ഫസ്റ്റ് പ്രൊജക്റ്റ് എന്ന രീതിയിൽ 2013 നമ്മളിവിടെ കൊണ്ടുവന്നു. അപ്പോൾ കൊണ്ടുവന്നതിന് ശേഷം ആ കൂടെ ഇവിടുത്തെ കുറേ യങ്സ്റ്റേഴ്സിനെ അവർ ആഡ് ചെയ്തു. അപ്പോൾ അവർ ഒരു 4-5 മൺവീട് പണിതപ്പോൾ ഇതിനെക്കുറിച്ച് പഠിച്ചു. ഇപ്പോൾ അവർ എക്സ്പേർട്ടായി. ഇപ്പോൾ മറ്റുള്ളവർ പയ്യെ ബാക്കിലോട്ട് വന്നു തുടങ്ങിയപ്പോൾ ഇവർ ആക്റ്റീവായി. അപ്പോൾ നമുക്ക് ഇനി ഒരു 10-20 വർഷത്തേക്ക് ഈ പ്രോസസ്സ് തുടങ്ങാൻ, അത് കണ്ടിന്യൂവേഷൻ ചെയ്യാൻ അവർ മതി. അപ്പോൾ കാരണം ഇത് ലോങ് പ്രോസസ്സാണ്. അപ്പോൾ പിന്നെ ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഒരു വർക്കിന് ഉറപ്പായിട്ടും നമ്മൾ കൊടുക്കുന്ന സാലറി ഇച്ചിരി കൂടുതൽ തന്നെയായിരിക്കും. അപ്പോൾ അവർക്ക് നല്ലൊരു വരുമാന മാർഗ്ഗമായി. പിന്നെ അവരുടെ കൾച്ചർ റീക്രിയേറ്റായി. പിന്നെ ടൂറിസം മേഖലയിൽ പുതിയൊരു കൺസെപ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. കേരള ടൂറിസം ബുക്സിലൊക്കെ ഇത് പബ്ലിഷ്ഡാണ് ഈ പ്രോപ്പർട്ടി. പിന്നെ ഒരുപാട് മാഗസീനിൽ പബ്ലിഷ്ഡാണ്. അപ്പോൾ ഇതുകൊണ്ട് പിന്നെ എക്കോ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ലോങ് ടൈം പ്രോസസ്സാണെങ്കിലും ഇതിൽ ഈ ഇത്ര കാലയളവ് എന്ന് പറയുമ്പോൾ ആളുകൾ വിചാരിക്കും 1 വർഷം. 1 വർഷമല്ല, ശരിക്കും ഒരു 90-100 ദിവസം ആകുള്ളൂ. പക്ഷെ ഇതിന് കൊടുക്കുന്ന ഒരു കാലാവധി ഇല്ല. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഈ കാണുന്ന പോലെ
ഒരു ക്രാക്ക് ഇല്ലാത്ത രീതിയിലൊക്കെ നമുക്ക് പണിതെടുക്കാൻ പറ്റും. ഇത് ആക്ച്വലി നമുക്ക് ഇതിന് തട്ട് അല്ലെങ്കിൽ നമുക്ക് അടുത്തൊരു നിലയിലേക്ക് പണിയാൻ പറ്റും. അത് എന്ത് റൂഫിംഗ് ഒക്കെ എങ്ങനെ? അന്നത്തെ കാലത്ത് ഈ വേങ്ങ, കടുക്ക, കുന്തിരിക്കത്തിൻ്റെ മരം, അങ്ങനത്തെ മരങ്ങൾ, തേക്കൊക്കെ ഉപയോഗിച്ച് 2 നില മൺവീടുകൾ പണിതിട്ടിരുന്നു. 3 നില മൺവീട് വരെ പണിതിരുന്നു. അതാ ഞാൻ പറഞ്ഞ 6000 കിലോ നെല്ല് ഉണക്കിയിരുന്ന മഡ് ഹൗസുകളുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഏത് മരം വെട്ടണ്ട, ഈട്ടിയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ അങ്ങനെ റെസ്ട്രിക്ഷൻ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ മരങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഉറപ്പായിട്ടും സ്റ്റീൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഇരുമ്പിലേക്ക് നമുക്ക് പോയേ പറ്റുള്ളൂ. കാരണം അത് നമുക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട്. കാരണം നമ്മൾ ഈ ഒരു ബാംബൂല് മേളിൽ 2 നില ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു സൈസ് ഒരു 10 feet into 10 feet ഒക്കെയാണ് നമുക്ക് ചെയ്തെടുക്കാം. കാരണം അതിന് വരുന്ന ലോഡും അത്രയും തന്നെയുള്ളൂ. പക്ഷേ ഇതുപോലത്തെ ഒരു മഡ് ഹൗസ് ആ രീതിയിൽ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനത്തെ മരങ്ങൾ വേണം. അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീൽ സ്ട്രക്ചർ തന്നെ വേണം. പിന്നെ ഒരു കാര്യം, മഡ് ഹൗസ് പണിത ഉടനെ നമുക്ക് കയറി താമസിക്കാനും പറ്റില്ല. അതിന് കുറച്ച് സമയം നമ്മൾ കൊടുക്കണം. കാരണം അങ്ങനത്തെ വീടുകളിൽ ഒരു വെറ്റ് ക്യാരക്ടർ, നമുക്ക് കയറുന്ന വഴിക്ക് നമുക്ക് ചിലപ്പോൾ ജലദോഷമോ അല്ലെങ്കിൽ ഈ വാദമുള്ളവർക്കൊക്കെ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ഡ്രൈ ആക്കുക. വൺസ് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ റൂഫൊക്കെ ഉണ്ടോ നല്ല എക്സ്റ്റെൻഡ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെറ്റും നോക്കണ്ട. പിന്നെ ഈ ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രൈ ഏരിയ ആയിരിക്കണം. പിന്നെ ഈ കാണുന്ന മഡ് ഞാൻ പറഞ്ഞില്ല, ഇത് പിത്ത് മണ്ണെന്ന് പറയും. ഇത് ട്രൈബൽസ് എടുത്ത് തരുന്ന ഒരു മണ്ണാണ്. ട്രൈബൽ മഡ് ഹൗസുകളൊക്കെ ഇങ്ങനെയാണ്. അപ്പം നമ്മളിത് ഈ മണ്ണ് മാത്രം നമ്മളൊരു കാന്തല്ലൂർ, ഇതങ്ങനെ ഒരുപാടൊന്നും വേണ്ട. ഏകദേശം ഒരു 2 ചാക്ക് മണ്ണ് മതിയാവും. ചെറിയ ചാക്കിൽ ഒരു 2 ചാക്ക് മണ്ണുണ്ടെങ്കിൽ ഈ എൻറ്റയർ മഡ് ഹൗസ് നമുക്ക് കവർ ചെയ്യാം. ഇപ്പോൾ ഒരു ഈ വീടിന് ഒരു ഡിസ്റ്റംബർ അടിക്കുകയാണെങ്കിൽ ഒരു 10 ലിറ്റർ, അതുപോലെ ആ ഒരു ലിറ്റർ കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു 20 ലിറ്റർ. കാരണം ഇത് ചാണകവും മണ്ണുമായിട്ട് മിക്സ് ചെയ്യുന്നു, കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നു, കുറച്ച് നേരം വെക്കും. അപ്പോൾ അതിൻ്റെ വെള്ളം എക്സ്ട്രാക്റ്റ് ആയിട്ട് മേളിൽ വരും. അപ്പോൾ ആദ്യം വരുന്ന ഏറ്റവും ലൈറ്റായിട്ട് വരുന്ന വെള്ളം നമ്മൾ വെളിയിൽ കളയും, വീണ്ടും നമ്മൾ ഇളക്കി വെക്കും. അപ്പോൾ അതിൽ കുറച്ച് വെള്ളവും ചാണകവും കൂടി മിക്സ് ചെയ്യുന്ന ഒരു കളറുണ്ടാവും. അത് നമ്മൾ വേറൊരു കപ്പിൽ മാറ്റി വെക്കും. എന്നിട്ട് ആ കുറുകിയ വെള്ളം എടുത്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ മേളിലും തറയിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഈ നമ്മൾ രണ്ടാമത് എടുത്ത് മാറ്റിയ വെള്ളത്തിൽ ഈ കല്ല്, ഇവർ മിനുക്കുന്ന കല്ല് അല്ലെങ്കിൽ കയ്യ് അതിൽ മുക്കും. അതിനൊരു ഗം എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വെച്ചിട്ടാണ് ഈ കയ്യിലൊക്കെ മണ്ണ് വീണ്ടും ഇങ്ങനെ ഒരുപാട് തേച്ചുമ്പോൾ കയ്യിൽ മണ്ണ് ഒട്ടും. ആ സമയത്ത് ഇതിൽ മുക്കി ഇങ്ങനെ ചെയ്യും. കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ഒന്നുമില്ല. ഇത് കംപ്ലീറ്റ്ലി ഒരു ട്രഡീഷണൽ മെത്തേഡ് തന്നെയാണ്. കാരണം ഇതിൻ്റെ ഒരു സ്ട്രക്ചർ നിർമ്മിക്കുന്നത് ആണുങ്ങളും ഇതിൻ്റെ മഡ് ഹൗസിൻ്റെ ഈ കാണുന്ന ഒരു ഭംഗി കൊണ്ടുവന്ന സ്ത്രീകളുമാണ്. അതുപോലെ തന്നെ മഴയൊക്കെ പെയ്യുമ്പോൾ നമ്മളിപ്പോൾ ചില വീടുകളൊക്കെ ഈ ഓട് വീടുകളൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ചോർച്ച വരുമല്ലോ. അപ്പോൾ നമ്മൾ ഈ റൂഫിങ് അതിലേക്ക് വെക്കുമ്പോൾ അതിൽ ചോർച്ചയൊക്കെ വരുമ്പോൾ അത് എങ്ങനെയാണത്? വല്ല പ്രശ്നമുണ്ടോ? അത് പൊട്ടുമോ എന്തെങ്കിലും? ചോർച്ച നമുക്കൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റിയത്, കാരണം മഡ് ഹൗസിനെ കുറിച്ച് ഇങ്ങനെ റൂഫിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ആളുകൾ മഡ് ഹൗസിൽ നിന്ന് മാറാൻ കാരണം, ഒരു കാരണം റൂഫ് മെയിൻ്റനൻസ് തന്നെയാണ്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഓല, ഒരു 3 കെട്ട് ഓലയും, അതായത് 3 അടുക്കായിട്ട് മേളിൽ ഓലയും അതിൻ്റെ മേളിൽ പുല്ലുമാണ്. പക്ഷേ നമ്മൾ കുറേ നാളുകൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈ രണ്ടും കൂടി മാറ്റൽ മെയിൻ്റനൻസ് വളരെ പൈസയാവും. അപ്പോൾ നമുക്കൊരു ബെറ്റർ ഐഡിയ നമ്മൾ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ ഇതിന് രണ്ടിൻ്റെ ഇടയ്ക്ക് ഒരു സാൻഡ്വിച്ച് എഫക്റ്റ് പോലെ ഇച്ചിരി GSM കൂടിയ പ്ലാസ്റ്റിക് ഷീറ്റ്സോ അല്ലെങ്കിൽ ലോറിയുടെ താർപ്പയിൽ ഉപയോഗിക്കുന്ന ഷീറ്റ്സ് അങ്ങനത്തെ എന്തെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ ഇതൊന്ന് അവോയ്ഡ് ചെയ്യാം. അതുകൊണ്ട് തണുപ്പിന് പ്രശ്നമൊന്നും വരത്തില്ല. അങ്ങനെയാണ് ഒരു മാർഗം ചെയ്യാൻ പറ്റിയത്. നിങ്ങളിപ്പോൾ എത്ര സ്ലോപ്പ് കൊടുത്തു കഴിഞ്ഞാലും പുല്ലിന് ഒരു കാലാവധി ഉണ്ട്. ആ പുല്ല് നനഞ്ഞ് കഴിയുമ്പോഴത്തേക്കും, കാരണം ഇപ്പോൾ അറിയാം കേരളത്തിലെ മഴ വളരെ കൂടുതലാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മഴ വെയിൽ ഇങ്ങനെ മാറി കഴിയുമ്പോൾ പുല്ല് പെട്ടെന്ന് ദ്രവിച്ചു പോകും. പിന്നീട് ഓലയും വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ഓല പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പുല്ല് മാത്രം മാറ്റിയത് എക്സ്പെൻസ് കുറയ്ക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടെത്തിയ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇപ്പോൾ ഷീറ്റ്സ് ഉപയോഗിക്കുമ്പോൾ അതൊരു സിൽവർ കളറിൽ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിരിക്കും. മീൻസ് ഇപ്പോൾ നമ്മളൊരു തിക്നെസ് കൂടിയ താർപ്പ് ഉപയോഗിക്കുമ്പോൾ ബ്ലാക്ക് കളറോ അങ്ങനെയെല്ലാം ഉപയോഗിക്കുകയാണെങ്കിൽ ചൂട് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സിൽവർ കളറൊക്കെ അല്ലെങ്കിൽ ഗ്രീൻ കളറൊക്കെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നല്ലതാണ്. അപ്പോൾ അതാണ് ഒരു ഏക മാർഗ്ഗം. പിന്നെ ഇവിടെ കുറേ സെമി മഡ് ഹൗസുകളുണ്ട്. കാരണം ഷീറ്റ് ഇട്ടതിന് ശേഷം അതിൻ്റെ മേളിൽ പുല്ലിടുക. അപ്പോൾ അതിന് തണുപ്പും കിട്ടും, പിന്നെ സൗണ്ട് ചെയ്യുന്ന അവിടെയും. കാരണം വെയിൽ വരുമ്പോഴും ചൂട് കുറയ്ക്കാനും അതുപോലെ മഴക്കാലത്ത് സൗണ്ട് കുറയ്ക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ നിലവിൽ മഡ് ഹൗസുകളുണ്ട്. മീൻസ് നമ്മളൊരു 70 ഡിഗ്രി സ്ലോപ്പൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് റൂഫ് ഒരു പരിധി വരെ അവോയ്ഡ് ചെയ്യാം, എന്നാലും റൂഫ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ഗസ്റ്റിൻ്റെ കംപ്ലയിൻസും കൂടി നോക്കണം.
അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടെത്തിയ ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കൊടുക്കുക എന്നുള്ളത്, തിക്നെസ് പറഞ്ഞത്. അതായത് GSM കൂടിയത്, തിക്നെസ്സിലല്ല GSM കൂടിയ ഷീറ്റ്സ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തൊക്കെ ടൈപ്പ് റൂഫിങ്ങിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണ് കൂടുതലും? ഈ പുല്ല്, ഓല. റൂമിന് എപ്പോഴും തണുപ്പ് തരുന്ന ഓല തന്നെയാണ്, തെങ്ങിൻ ഓല മേഞ്ഞത്. പിന്നെ അതിൻ്റെ മുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന, നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ മഡ് ഹൗസിന് ഉപയോഗിച്ചിരിക്കുന്നത് തെരുവ പുല്ലാണ്. പിന്നെ തൈലപ്പുല്ല് അല്ലെങ്കിൽ വൈക്കോൽ അതൊന്നും ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഇതെല്ലാം വൈക്കോലും അതുപോലെ മറ്റുള്ള പുല്ലുകളൊക്കെ ഈ ചെതൽ അറ്റാക്ക് ചെയ്യുന്നതാണ്. അപ്പം തെരുവയാണ്. പിന്നെ ഓലവാരി എന്ന് പറയുന്നൊരു പുല്ലുണ്ട്, അത് കുറേ കൂടി ലൈഫ് കൂടുതലാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് ചതുമ്പ് മേഖലയാണ്. അപ്പോൾ ചതുപ്പില്ലല്ലോ ഇന്നേരം. അപ്പോൾ ചതുപ്പിലാണ് ഈ ഓലവാരി കാണുന്നത്. അതിപ്പോൾ നമ്മൾ ഒരു വർഷമൊക്കെ ചെയ്തിരുന്നു, ചെറിയ ചെറിയ മഡ് ഹൗസുകളൊക്കെ ഓലവാരി കൊണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് പിന്നീട് കിട്ടാത്ത ബുദ്ധിമുട്ടുകൊണ്ട് നമ്മളിപ്പോൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് തെരുവ് തന്നെയാണ്, തെരുവപ്പുല്ല്.